പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്കായി കരുതി വച്ചിരുന്ന ഈ പുതുവർഷ പുലരിയെ കാണുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചൊല്ലുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുവാനായി ഒരു വാഗ്ദത്ത വചനം വച്ചിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ദൈവത്തിന് സ്തോത്രം. ഒരു വലിയ മർമ്മത്തെയാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്. അതിന് തൊട്ട് മുമ്പ് അവരുടെ മുമ്പിൽ ഒരു കൺഫ്യൂഷൻ ഡേ അല്ലെങ്കിൽ ഒരു മൊമെൻറ്റിനെ കുറിച്ച് കർത്താവ് അവരോട് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കും, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിക്കും. ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നു, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല. വീണ്ടും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി തീരും. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ആ സന്തോഷം നിങ്ങളിൽ നിന്ന് ആരും എടുത്തുകൊണ്ടു പോകുകയില്ല. ഇന്ന് നാം വായിച്ച വേദഭാഗത്തിൽ കർത്താവ് ഒരു മർമ്മപ്രധാനമായ ചോദ്യത്തിന്, അനേകരുടെ ചോദ്യത്തിന് മറുപടി കർത്താവ് വെച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയാവുന്നവനാർ, ഗ്രഹിക്കുന്നവനാർ. നമ്മളെപ്പോഴും ശിഷ്യന്മാരെ പോലെ നമുക്കും ഒരു ചോദ്യമുണ്ട്. ഈ കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ദുഃഖിക്കുന്നു, പിന്നെ നിങ്ങൾ സന്തോഷിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇപ്പോൾ എന്നുള്ള വാക്കിൻ്റെയും പിന്നെ എന്നുള്ള വാക്കിൻ്റെയും മധ്യത്തിൽ അതിനെത്ര ദൂരമുണ്ട്, അതിനെത്ര വ്യാപ്തിയുണ്ട്, എത്ര കനമുണ്ട്, അത് മനുഷ്യനാകാൻ അറിയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ അറിയുവാൻ നമ്മുടെ ജീവിതത്തിൽ നെട്ടോട്ടമോടുന്നതല്ല ഈ ദുഃഖത്തിൻ്റെ കാലാവധി എത്രത്തോളം നിലനിൽക്കും, അതിനെത്ര കനമുണ്ട്. നമുക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ആരും അന്വേഷിക്കാറില്ല. ഒരു സന്തോഷം ലഭിക്കുമെന്നും നമ്മൾ ചിരിക്കുമെന്നും ആർക്കുമെന്നും സന്തോഷം പങ്കിടുമെന്നൊക്കെ മാത്രമേ നമ്മൾ പറഞ്ഞ് ആശ്വസിക്കാറുള്ളൂ. എന്നാൽ നമുക്ക് എത്ര സന്തോഷം കിട്ടുമെന്ന് കർത്താവ് നമ്മളോട് വ്യക്തമായി പറയുകയാണ്. നമുക്കിപ്പോൾ സർക്കാരിൽ നിന്നോ ഒരു വ്യക്തിയിൽ നിന്നോ എന്തെങ്കിലും നമുക്ക് സൗജന്യമായി തരുന്നു എന്ന് നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കൊരറിയിപ്പ് വന്നാൽ, എന്താണ് നമുക്ക് സൗജന്യമായി തരുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളൊന്ന് അന്വേഷിക്കും. അത് ജലമാണോ, അല്ലെങ്കിൽ വെള്ളമാണോ, അല്ലെങ്കിൽ അതൊരു കരമാണോ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വസ്തുവാണോ, കയ്യിൽ ഒതുക്കാവുന്ന എന്തെങ്കിലുമാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും. കാരണം അത് സ്വീകരിക്കാൻ പോകുമ്പോൾ അതിനനുസരിച്ചുള്ള പാത്രം നമുക്ക് കൊണ്ടുപോകണം. അത് വെള്ളമായിട്ടാണെങ്കിൽ ചോരാത്ത ഒരു പാത്രം വേണം, അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ആണെങ്കിൽ ഇല്ല. നമുക്കൊരു കരമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മളൊരു സഞ്ചി കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഒരു ബോക്സ് കൊണ്ടുപോകും. അതിന് തക്കതായ ഒരു പാത്രം നമ്മൾ കരുതും. അതിനു മുമ്പ് നമുക്ക് അർഹിക്കുന്ന ആ വലിയ ആ വസ്തു, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമ്മാനത്തിൻ്റെ വലിപ്പം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കും. അതിനനുസരിച്ച് വലിപ്പമുള്ളതിനെ നമുക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ദൈവം നമ്മോട് പറയുന്നത്, കർത്താവ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ വലിപ്പം എത്ര ഉണ്ട്, അത് ചോരുന്നതാണോ ചോരാത്തതാണോ, ലിക്വിഡാണോ ഖരമാണോ, അതിൻ്റെ വലിപ്പം, അതിൻ്റെ കിലോ, ഭാരം എല്ലാം ഇവിടെ കർത്താവ് വിവക്ഷിച്ചിട്ടുണ്ട്. ഇത് ഗ്രഹിക്കുന്നവനാർ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മോട് പറഞ്ഞതായ ഒരു കാര്യം, നമ്മുടെ ദുഃഖം മറന്നു പോകുമെന്നല്ല, നമ്മുടെ ദുഃഖത്തെ അല്ലെങ്കിൽ മാറി വരുമെന്നല്ല, നമ്മുടെ ദുഃഖം മാറി സന്തോഷം വരുമെന്നല്ല കർത്താവ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മുടെ ദുഃഖമെല്ലാം നമ്മൾ മറക്കുമെന്നല്ല കർത്താവ് പറഞ്ഞത്. നമ്മുടെ ദുഃഖം സന്തോഷമായി മറുരൂപപ്പെടും, അല്ലെങ്കിൽ രൂപാന്തരപ്പെടും. ഈ ദുഃഖം എത്രത്തോളം ഇപ്പോൾ കഠിനമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, എത്ര കിലോ ദുഃഖമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്, അതിന് തക്കവണ്ണമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്ന സന്തോഷം, പ്രാപിക്കാൻ പോകുന്ന ആനന്ദം. ഇപ്പോൾ ഒരു ചെറിയ ദുഃഖമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷവും ചെറിയ സന്തോഷമായിരിക്കും. എന്നാൽ നിങ്ങളിപ്പോൾ വലിയ ദീർഘമായ ദുഃഖമാണ് നിങ്ങൾ അനുഭവിക്കുന്നതെങ്കിൽ
സഹിച്ചുകൂടാത്ത നീതി നിമിത്തം ഉപദ്രവിക്കപ്പെട്ട് നിങ്ങളുടെ ഹൃദയം തകർക്കുന്ന ഒരു ദുഃഖത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ആരുടെയും മുൻപിൽ ആർത്തുഘോഷിക്കുന്ന ഒരു സന്തോഷത്തിൻ്റെ ഉടമയായി ദൈവം നിന്നെ മാറ്റും എന്ന് കർത്താവ് നമ്മോട് പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്ര പേർക്ക് ഈ അളവിനെക്കുറിച്ചുള്ളതായ ഗ്രാഹ്യമുണ്ട്? 2025 നീ അനുഭവിച്ചതായ ദുഃഖത്തിൻ്റെ അനുസരിച്ചുള്ള സന്തോഷമാണ് 2026 പ്രാപിക്കാൻ പോകുന്നതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്. നീ വളരെയധികം കണ്ണുനീര് ഈ 2025 അനുഭവിച്ചുവെങ്കിൽ 2026 നിന്നെ കാത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ളതായ ഒരു സന്തോഷമാണ്. ഇല്ല, ദൈവത്തിന് അതിനും മാറ്റുകൂടിയ ഒരു സന്തോഷമാണ് നിനക്ക് തരുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ പിന്നെയും നിന്റെ ജീവിതത്തിൽ കുറഞ്ഞോന്ന് എന്ന് പറയുന്നതായ ഒരു വാക്ക് അല്പം കൂടെ ദൈർഘ്യം കൊണ്ടുവരും, അല്പം കൂടെ ഒരു നീളം, അല്ലെങ്കിൽ എത്രത്തോളം ഇതിനു വേണ്ടി കാത്തിരിക്കണമെന്നുള്ളതായ ഒരു ആകാംക്ഷ. എന്ന് നീ വെളിപ്പെടും, നിന്റെ മുഖം എന്ന് കാണും, എൻ്റെ സന്തോഷം നിന്നിൽ നിന്ന് പ്രാപിക്കുവാൻ എന്നൊക്കെ നമ്മൾ പാടുപാടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ എന്ത് ദുഃഖമാണ് അനുഭവിച്ചിട്ടുള്ളത് എന്ന് സ്വർഗം കൂടെ നമ്മളോട് ചോദിക്കും. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതയാമത്തിൽ ദൈവത്തോട് നമുക്ക് ചോദിക്കാം, കർത്താവേ, നീ എനിക്ക് 2026 വെച്ചിരിക്കുന്ന സന്തോഷത്തിൻ്റെ അളവ് എത്ര കിലോ, അല്ലെങ്കിൽ എത്ര മീറ്റർ, എത്ര ലിറ്റർ, എത്ര ഖനമുണ്ട്, അതിനെത്ര ആഴമുണ്ട്? അത് മറ്റുള്ളവർക്ക് ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോകാവുന്നതാണോ? അതോ എന്നിൽ തന്നെ നിർത്തുവാൻ, എന്നെക്കൊണ്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കുന്നതാണ്? എന്തായാലും നിന്റെ സന്തോഷത്തെ എടുത്തു കളയുവാൻ ശത്രു നിന്നിൽ പരിപ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതാണ് കർത്താവ് പറഞ്ഞത്, അതാർക്കും നിന്നിൽ നിന്ന് എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. ദൈവം തരുന്നതായ സന്തോഷം ഒരു മനുഷ്യർക്ക് അപഹരിക്കാൻ കഴിയില്ല. ഇപ്പോൾ സന്തോഷിക്കുന്ന നിങ്ങൾ അടുത്ത നിമിഷം കരയുന്നതായ ചില പ്രത്യക്ഷമായ ചില പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം. എന്നാൽ ദൈവമാണ് നിന്റെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതെങ്കിൽ ഇപ്പോൾ കർത്താവിൽ ദുഃഖിക്കുന്ന മനുഷ്യരാരുണ്ടോ അവർക്കൊരു സന്തോഷം അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു ഒരു സന്തോഷത്തിൻ്റെ ദിവസമായി അവരെ കണക്കാക്കുന്നു. നീ അത്ഭുതകരമായ ഒരു ക്വിക്കനിങ് സന്തോഷമാണ്, നൊടിയിടയിലുള്ള ഒരു സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ അതിന് വലിയ മാറ്റമൊന്നും കാണത്തില്ല, അതിന് വലിയ പ്രത്യേകതകളൊന്നും കാണത്തില്ല. എന്നാൽ അല്പം കൂടെ താമസിച്ച് രൂപാന്തരപ്പെട്ട് വരുന്നതായ സന്തോഷമാണെങ്കിൽ ആ സന്തോഷം നിന്നെ മുഴുവനായി വേറൊരു രൂപമാക്കി നിന്നെ മാറ്റും. ഇപ്പോൾ കരഞ്ഞു നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ മുഖഭാവം അടുത്ത നിമിഷത്തിൽ, അല്ലെങ്കിൽ സന്തോഷം നിന്നിലേക്ക് കയറി വരുമ്പോൾ നീ അറിയാതെ നിന്റെ മുഖഭാവത്തിന് വ്യത്യാസമുണ്ടാകും. നീ ചിരിക്കുന്നവനാകും, പുഞ്ചിരിക്കുന്നവനാകും. പ്രത്യാശ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. 2026 കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നത്, നിനക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ അളവ് എത്രയാണെന്ന് നീ മനസ്സിലാക്കി കണക്ക് കൂട്ടണം. വലിയ സന്തോഷത്തിൻ്റെ ഉടമയായി നിനക്ക് തീരുവാൻ ആഗ്രഹമുണ്ടോ? നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിന്റെ കുടുംബത്തിന് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കാത്ത പല ദുഃഖത്തിൽ കൂടെയും കർത്താവ് നിങ്ങളെ വഴി നടത്തും, അനേക പ്രശ്നങ്ങളിൽ കൂടെ വഴി നടത്തും. അതിൻ്റെ അർത്ഥം അതിനെല്ലാം ഒരു സമയപരിധി ഉണ്ടെന്നുള്ളതാണ്. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് എന്ന് പറയുന്നതായ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്പം മുമ്പ് ഇപ്പോൾ നാം വായിച്ചതായ വേദഭാഗത്തിന് തൊട്ടു മുമ്പുള്ളതായ വാക്യത്തിൽ അതിൻ്റെ 14, 15 മുതലുള്ളതായ വാക്യങ്ങൾ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ടുള്ളതായ ഭാഗത്തെ ശിഷ്യന്മാർക്ക് അതിൻ്റെ മർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇതൊരു കൺഫ്യൂഷനായിരുന്നു, അവർക്കൊരു വലിയൊരു സംശയം. ഈ കുറഞ്ഞോന്നെന്ന് പറയുന്നതായ വാക്കിൻ്റെ അർത്ഥം എന്താണ്? കർത്താവ് എപ്പോഴും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ഇനി അല്പകാലം കഴിഞ്ഞിട്ട് അല്പകാലം, ഈ അല്പകാലത്തിന് എത്ര വലിപ്പമാണുള്ളത്, നമ്മളിൽ എത്രത്തോളം അല്പകാലത്തിന് സ്വാധീനതയുണ്ട്, ആ അല്പകാലം നമുക്ക് എത്രത്തോളം കണ്ണുനീരിനെ കൊണ്ടുവരും. അത് ശിഷ്യന്മാർക്ക് മനസ്സിലാകാത്തൊരു രഹസ്യം. കർത്താവ് അവരോട് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളിലെ അല്പകാലം എന്ന് പറയുന്നത് നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ഒരു മുഖവുരയാണ്, അതിൻ്റെ അഡ്രസ്സാണ്, അതിനൊരു ദിശയാണ്, അതിനൊരു മാർഗദർശിയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പ്രാപിക്കുവാൻ പോകുന്ന സന്തോഷമല്ല എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രാപിക്കാൻ പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അഭിമുഖീകരിച്ചതായ പ്രശ്നങ്ങളും കണ്ണുനീരിനും അനുസരിച്ച് അത്ര ഘനമുള്ളതായ ഒരു സന്തോഷം ഒരു പക്ഷെങ്കിൽ ദൈവം എനിക്കായി കരുതിയിട്ടുണ്ടാകും.
എന്നെക്കാളും ദുഃഖിക്കുകയും ഭാരപ്പെടുകയും അനേക വിഷയങ്ങളുടെ മുമ്പിൽ നീതിക്ക് വേണ്ടി ഉപദ്രവിക്കപ്പെട്ട് അനീതിയിൽ സന്തോഷിക്കാതെ അനേക പ്രശ്നങ്ങളിൽ കൂടെയും വിശ്വാസത്തിന്റെ കഷ്ടതയിൽ കൂടെ നിന്നതായ എത്രയോ മാന്യ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ, മാതാപിതാക്കൾ ഈ സന്ദേശം ഒരു പക്ഷെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കാം, ഇല്ലെങ്കിൽ കേൾക്കാത്തവരിലും പെട്ടുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലുണ്ടായിരിക്കാം. അവരിലൊക്കെയും പ്രാപിക്കാൻ പോകുന്ന സന്തോഷത്തിന്റെ ഘനമേറിയ അവസ്ഥ അവർക്ക് മാത്രമേ സ്വർഗം വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ. ഇന്ന് ഈ പ്രഭാതയാമത്തിൽ, ഈ പുതുവർഷത്തിന്റെ ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന ഒരു വാക്ക്, നിനക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തിന്റെ അളവ് കുറിക്കുവാൻ നിനക്ക് കഴിയണം. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് എന്നുള്ള ഒരാശയം നിന്റെ ജീവിതത്തിൽ പരിപ്രവർത്തനം ചെയ്യണം. അതിന് ദൈർഘ്യത്തെ എത്രത്തോളം വലിപ്പമുണ്ട്, എത്ര നീളുമെന്ന് നീ ഗ്രഹിക്കണം. അത് നീളുന്തോറും നിന്റെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തി കളയരുത്, നീ തളർന്നു പോകരുത്. കർത്താവ് പറയുന്നു, ഒരു മഹാസന്തോഷം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് കുറഞ്ഞു എന്ന് പറയുന്നതായ ഒരു കാലഘട്ടം നിന്നിൽ ചില സമയവിക്തത അത് ദീർഘിപ്പിക്കുന്നതും ചുരുക്കുന്നതും. നിനക്ക് ചിലപ്പോൾ നീ ആഗ്രഹിക്കുന്ന പെട്ടെന്നുള്ള ഒരു സന്തോഷം നിന്റെ ജീവിതത്തിൽ ലഭിച്ചെന്നിരിക്കുകയില്ല. അതിൻ്റെ അർത്ഥം കർത്താവ് നിശബ്ദനായി അപ്രത്യക്ഷനായി പോയെന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. ആ പോയ കർത്താവ് ഇനി തിരിച്ചു വരികയില്ല എന്ന് പറയുന്നതായ ഒരു ശനിയാഴ്ച വിശ്വാസമല്ല നിന്റെ ജീവിതത്തിൽ വരുന്നത്. ശനിയാഴ്ച വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിശ്വാസമാണ്. അത് കൺഫ്യൂഷൻ ഡേ ആണ്, അതിന് തിട്ടമില്ലാത്ത ദിവസം. എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളതായ ആശയം അത് നീ നേരിൽ കാണുന്നിടം വരെയും നിന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി ആധികാരികതമായി അത് ഭവിക്കുന്നില്ല. നിന്റെ പ്രത്യാശയിൽ അത് ഉൾപ്പെടുന്നില്ല. വീണ്ടും വീണ്ടും നീ സഞ്ചരിച്ചു പോകുന്നു, നിനക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ആ മറിയ കല്ലറയ്ക്കൽ ചെന്ന് കണ്ട ആ കാഴ്ച, നിങ്ങൾ അന്വേഷിക്കുന്ന ആ മനുഷ്യപുത്രൻ നസ്രായനായ യേശു അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതായ ആ വചനം കേൾക്കുമ്പോൾ അല്പകാലം എന്ന് പറഞ്ഞതായ വാക്കിന്റെ അർത്ഥം, കുറഞ്ഞു എന്ന് പറഞ്ഞതായ ആ വാക്കിന്റെ അർത്ഥം മറിയയ്ക്കും തന്നോടുകൂടിയുള്ളതായ ശിഷ്യന്മാർക്കും വ്യക്തമായി മനസ്സിലായി. അവർ മൗനമായിരുന്നില്ല. അവർ ഓടി ഭവനങ്ങൾ തോറും പട്ടണങ്ങൾ തോറും ഓരോരോ വീടുകൾ തോറും ഓടിച്ചെന്ന് ഈ മഹാസന്തോഷത്തിന്റെ ആരവം പൂണ്ടതായ ശബ്ദത്തോടുകൂടെ അവർ പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, നമ്മുടെ ദുഃഖം സന്തോഷമായി മാറിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉയർപ്പിന്റെ സന്തോഷത്തെ ആർക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് പറയുന്നു, അല്പകാലം കഴിഞ്ഞിട്ട്, കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമായി വരുമ്പോൾ ശത്രു നിന്നിൽ നിന്ന് അപഹരിക്കുവാൻ വളരെ ശ്രദ്ധയോടുകൂടി അത് പരിശ്രമിക്കും. എങ്കിലും ഞാൻ നിങ്ങൾക്ക് സന്തോഷം തന്നതിനാൽ, എന്നിൽ നിന്ന് ലഭിച്ച സന്തോഷമാകിയാൽ, സ്വർഗം നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരുന്ന സന്തോഷമാകിയാൽ അതാർക്കും നിന്നിൽ നിന്ന് അപഹരിക്കുവാൻ കഴിയുകയില്ല. 2026 ആർക്കും അപഹരിക്കാൻ കഴിയാത്ത ഒരു സന്തോഷത്തിന്റെ ഉടമകളായി കർത്താവ് നമ്മെ മാറ്റും. നമ്മുടെ ഭവനങ്ങളെ മാറ്റും, നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റും, നമ്മുടെ ദേശത്തെ മാറ്റും, നമ്മുടെ സമൂഹത്തെ മാറ്റും, നാം കൂടി നടപ്പിനെ മാറ്റും, നമ്മുടെ ആരാധനയെ മാറ്റും. ആർക്കും എടുത്തു കളയാൻ കഴിയാത്തതായ ഒരു സന്തോഷം. അങ്ങനെയുള്ള ഒരു സന്തോഷത്തിന്റെ അളവ് എങ്ങനെ നീ കുറിക്കപ്പെടണമെന്ന് കർത്താവ് തന്നെ പറഞ്ഞു. നിന്റെ ദുഃഖം സന്തോഷമായി രൂപാന്തരപ്പെടും. അല്പ ദുഃഖമെങ്കിൽ അല്പ സന്തോഷം, വലിയ ദുഃഖമെങ്കിൽ വലിയ സന്തോഷം. അങ്ങനെ നിനക്ക് സഹിച്ചുകൂടാത്ത, ഹൃദയം തകർത്ത് കളയുന്ന ദുഃഖമെങ്കിൽ ഹൃദയം പൊട്ടിയാർത്ത് സന്തോഷിക്കുന്ന ഒരു സന്തോഷത്തിന്റെ ഉടമയായി കർത്താവ് നിന്നെ മാറ്റും. 2026 ഒരുപക്ഷേ നീ ആഗ്രഹിക്കുന്ന സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് നിനക്ക് കടന്നു വരാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ, അതിന്റെ അർത്ഥം കർത്താവ് നിന്നെ കൈവിട്ടു എന്നല്ല, ദൈവം നിന്നെ മറന്നു കളഞ്ഞു എന്നല്ല. ഇല്ല, നിന്നെ വീണ്ടും രൂപാന്തരപ്പെടുത്തും. എന്തിനു വേണ്ടി? ഒരു വലിയ സന്തോഷം നിന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവ് ചില സാവകാശങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ പ്രഭാതത്തിൽ തിരുവചനം നമുക്കായി കാഴ്ചവെച്ചതായ ഈ വലിയ സന്തോഷകരമായ വാർത്തയുടെ ആഴത്തെ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം മാറിപ്പോകും. നിങ്ങളിപ്പോൾ കരയുന്നു, നിങ്ങളിപ്പോൾ ദുഃഖിക്കുന്നു, നിങ്ങളിപ്പോൾ സങ്കടപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, അല്പം കഴിഞ്ഞിട്ട് നിങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ ആനന്ദിക്കും, നിങ്ങളുടെ മുഖം മാറും, നിങ്ങളുടെ മുഖഭാവം ഒരു ചിരിയോടും പുഞ്ചിരിയോടും കൂടി ഒരിക്കലും ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സന്തോഷം നീ ചുറ്റും നോക്കും. നിന്റെ സഹോദരങ്ങളെക്കാളും കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായ സന്തോഷം, ആർക്കും അപഹരിക്കാൻ കഴിയാത്ത സന്തോഷത്തിൻ്റെ ഉടമകളായി 2026 നിന്നെ മാറ്റുമാറാകട്ടെ, രൂപാന്തരപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.